മാറുന്ന ഞാൻ വിചാരിച്ചില്ല. ഇയാള് പണ്ട് RSSനെയും BJPനെയും സിസ്റ്ററെ ഒരു കാര്യം കൂടി ഇയാളുടെ കമന്റ് ഒന്ന് പോയി നോക്കണം കേട്ടോ. എല്ലാം തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പൂരത്തെറി എന്ന് പറഞ്ഞാല് ഒരു കാക്കാൻ പറയില്ല ഇങ്ങനത്തെ തെറി. ഇപ്പൊ ഒരുത്തൻ വന്നിട്ട് പറയാണ് ഡാ നാറി നിന്റെ തള്ളയാടാന്ന് പറയുമ്പോഴത്തേക്കിന് ആള് പറയുന്നാണേ നിന്റെ അമ്മയുടെ കൂടെ ഞാൻ കിടന്നിട്ടുണ്ട്, എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ, വന്നിന്നാ ഒന്ന് മൂഞ്ചിയിട്ട് പൊയ്ക്കോ. ഇങ്ങനെയൊക്കെയാണ് ആളുടെ കമന്റുകൾ. ഇത് കാണുന്ന വിശ്വാസികൾ നെഞ്ചത്തിടിച്ച് നിലവിളിക്കാതെ ആ കമന്റ് ബോക്സ് കൂടി ഒന്ന് തുറന്നു നോക്ക്, രസമാണ്. എല്ലാ കമന്റിനും ആള് മറുപടി പറയും. നിലവാരമില്ലാത്ത ഒരാളല്ലേ സുബ്ര? അതല്ല, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ആല് ചാരിയാൽ ചാണകം മണക്കും. മണക്കണ്ടേ? ഞാനത് ശ്രദ്ധിച്ചുട്ടാ. അതിന്റെ കമന്റ്സിലൊക്കെ ഇയാൾ എല്ലാ കമന്റിനും പോയി മറുപടി പറയുന്നത്. അതാണ് എനിക്ക് ആലോചിച്ചത്. എല്ലാ ഒന്നുകിലും പറഞ്ഞാൽ നിന്റെ ഉമ്മാനോട് പോയി ചോദിക്കുക, ഉമ്മ പറഞ്ഞുതരും എന്റെ ഗുണമൊക്കെ എന്ന്. ഇവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും നിനക്ക് കിഴവെന്ന് പറഞ്ഞാൽ ഞാൻ കിഴവനാണോ അല്ലെങ്കിൽ കുട്ടിയാണോ എന്നുള്ളത് നിന്റെ ഉമ്മാനോട് പോയി വെച്ചാൽ വൃത്തികെട്ട തറ ഒരു സ്വാമിയുടെ കാവി ഇട്ടിട്ട് ഇയാള് പറയാ. ഞാൻ എന്താ ഇയാൾക്ക് മരുന്ന് മാറി കഴിക്കേ, ഞാൻ തലയ്ക്ക് വല്ല അടികൊള്ളേ, എന്താ പറ്റിയത്? ഇയാള് തുടങ്ങി ഈ പറഞ്ഞ അത് മാത്രമേ ശശികല ടീച്ചർ പ്രധാനമന്ത്രി RSS എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം ഞാൻ സംഗീത തന്നെയാടാന്ന്. ആരെ ചോദിച്ചപ്പോ നീ RSSന്റെ ഏജന്റ് അല്ലേ? അതേടാ ഞാൻ RSSന്റെ ഏജന്റ് ആണെന്ന്. ഞാൻ RSSന്റെ ഏജന്റ്. കാരണം ഇയാൾക്ക് മതിയായി ഇവരെ കൂടെ നിന്ന്. ഇയാൾക്ക് ഇനി എന്താ പറയാ, ഇനി ചാവാൻ കാലത്തിന് ഒരു ചിലർക്ക് ഫെഡപ്പ് ആവുമല്ലോ ഈ കൊറേ നേരം നിന്ന് കാശിന്റെ പഞ്ചാബ് ടീച്ചർ. ഞാനിങ്ങനെ കേട്ടെന്താ പറയാ, ഞാൻ ഈ ജാമതി ടീച്ചറെ പറഞ്ഞിട്ടില്ലേ, ഈ മറ്റേ വീട് വെച്ച് കൊടുത്ത് ടൈല് വാങ്ങി എല്ലാം വാങ്ങി വീടായപ്പോ കണക്ക് പുറത്ത് പറഞ്ഞത് ഞാൻ ഇവിടെ ചിരിക്കാനുണ്ട്. ഇവിടുന്ന് എല്ലാരും നോക്കന്നെ. അതാണ് ശരി. അപ്പൊ എല്ലാ ഇനിയിപ്പോ ഇവരെ ഈ ശല്യങ്ങളെ കൊണ്ട് പറ്റാണ്ട് അതുപോലെ ഇതുപോലെ മതത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവേ. അപ്പൊ മത കേട്ടപ്പോ പിന്നെ ഇയാള് വേണ്ടാന്ന് വെച്ചത്. എന്താണ് അങ്ങനെ പോവാത്ത? ഞാൻ വിചാരിച്ചിനി ചെയ്തൊരു ഒരു മുസ്ലിം പെണ്ണിനെയും കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുന്നതാണ്. ഞാൻ പിന്നെ ഇയാളുടെ കാട്ടിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്കാണ് ഈ പോണെന്ന്. ഇയാൾ ആദ്യം പറഞ്ഞത് കാശിന്ന് ഇയാൾ വന്നൂന്നാ, ഇയാൾ എന്തിനും ഇവിടെ പഠിപ്പിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളുടെ ആദ്യത്തെ. സിസ്റ്ററെ രസകരമായ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഞാനിട്ടതാ. പിന്നെ സുപ്രു, രസകരമായ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇത് കേൾക്ക്. ആളിന്റെ പേര് രമേശൻ എന്നാണ്. ആള് മുമ്പ് അംബാസഡറിനകത്ത് ഫിനോയിൽ വിറ്റിട്ട് പോലീസ് പിടിച്ചതാ. ഇയാളെ പിടിച്ച ആളിന്ന് IPS കാരൻ എന്റെ സുഹൃത്താണ്. അവൻ ആദ്യം DYSP ആയിരുന്ന സമയത്താണ് ഈ ആളെ പിടിച്ചത്. അങ്ങനെ എന്നോട് പറഞ്ഞതാ, ടീച്ചറെ നിങ്ങൾ പരാമർശിക്കുന്ന ആളിന്റെ പേര് രമേശൻ എന്നാണ്, മുമ്പ് അംബാസഡറിനകത്ത് ഫിനോയിലൊക്കെ വിറ്റ് നടന്നിരുന്ന ആളാണ്. അങ്ങനെ ഞാനിട്ട പേരാ ഫിനോയിൽ രമേശൻ. രസകരമായ സംഗതി അതല്ല. അല്ല, ഞാൻ അന്നൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്ക്, രസകരമായ സംഗതി പറയാൻ വിട്. പിന്നെ നമ്മുടെ ഹാരിസ് മദനി ഉണ്ടല്ലോ, ഹാരിസ് മദനി ആണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ കേട്ടോ. എന്റെ പാണക്കാട് തങ്ങളെ ഇവൻ പറഞ്ഞത് കണ്ടോ, നിങ്ങൾ കണ്ടോടാ, നീയൊക്കെ അല്ലടാ ഇത് പറയിപ്പിച്ചത്, നീയൊക്കെ ടൈല് വാങ്ങിക്കൊണ്ടറാ, പൈസ കൊണ്ടറാ, അറേബ്യൻ മരുഭൂമി കിടന്ന് അധ്വാനിച്ചതൊക്കെ കൊടുത്തിട്ട് കണ്ടോടാ, എന്റെ കാന്തപുരത്തെ ഇവൻ പറയണത് കണ്ടോടാന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇവൻ വിളിക്കുന്ന പൂരത്തെറികൾ എടുത്ത് കാണിക്കുവാണ്. ആര്? നമ്മുടെ ഹാരിസ് മദനി. എന്നിട്ട് പറയാണ്, അപ്പം ഇവൻ പറയാണ്, എടാ മുറിയണ്ടി തെണ്ടികളെ. അപ്പൊ ഹാരിസ് മദനി പറയാണ്, ആ വാക്ക് ഞാൻ പറയില്ല. ഇവൻ പറയണ കേട്ടോ, കരച്ചിലോട് കരച്ചിൽ. അതിനടുത്ത് ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇയാളുടെ വർത്താനം കേട്ടോ. ഇയാള് കേറി പറയാൻ മാത്രല്ല ഈ പറച്ചിൽ പോയിട്ട് കാന്തപുരത്ത് തെറി വിളിക്കണ, തങ്ങളത്തിന് വിളിക്കണ, മുസ്ലിങ്ങൾ മൊത്തം തെറി വിളിക്കണത്. എന്നിട്ട് ഇടയിൽ കൂടെ പറയും എനിക്ക് നല്ല കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്തുക്കളാണ് എനിക്ക് വീട് വെച്ച് തന്നെന്ന് ഇടയിൽ കൂടെ പറയും. ഒരു ചെറിയൊരിത്, ബാക്കി മുഴുവൻ അല്ലല്ല. ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഒരൊറ്റ മുസ്ലിമിന്റെ ഒരു കാശ് പോലും ഇല്ലടാ അത്തണ്ടികളെ. നിങ്ങൾ ആരും ഒക്കെ ഒന്നും തന്നിട്ടില്ലടാ. നീയൊക്കെ തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇതാ ചോദിക്കുന്നേ. അവസാനം അങ്ങനെ എത്തി. ആൾക്കെന്തോ അല്ല, അവസാനം പറഞ്ഞ എന്തെന്നറിയാമോ? ഒരൊറ്റ പറഞ്ഞ ആ ഏരിയയിൽ വന്നു പോരുതെന്ന്. ടൈലൊക്കെ ഓരോരുത്തർ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് കൊടുത്തെന്നാ ഞാൻ കേട്ടത്. ഇത് ശരിക്കും പറഞ്ഞ കോയകൾക്കുള്ള ഏറ്റവും വലിയൊരു ഇതാട്ടാ. ഈ കോയകള് ഹിന്ദുക്കളിലെയോ BJPനെയോ RSSനെയോ ആരെങ്കിലും അല്ല, ഹിന്ദുക്കളെ ഇയാള്
RSSനെയും BJPനെയും പ്രധാനമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയാ. വൃത്തിയുടെ രീതിയിലൊക്കെ കുറ്റം പറയാം. അപ്പൊ അങ്ങനെ അഭിയോ ഉടനെ തലയിൽ താങ്ങി വെച്ച് നടക്കും. തലയിൽ താങ്ങി വെച്ച് നടന്നതായി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുമ്പോ ഇങ്ങനെയേ ഇത് കിട്ടുള്ളൂ എന്നുള്ള ഒരു വലിയൊരു പാഠം കൂടെ അവർ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അടിപൊളിയായി. പക്ഷെ രാഹുൽ ഈശ്വറിനെ ഇതുപോലെ തന്നെയാണ് അവർ കൊണ്ട് നടക്കുന്നത്. രാഹുൽ ഈശ്വറിനെ ഇതുപോലെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണ, കാശ് കൊടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കും. ഇയാൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കിത് ഇനിയും ഒട്ടും മനസ്സിലായിട്ടില്ല. എന്താ ഇയാൾ അൻസാരി ഉസ്താദിനൊന്ന് പൊളിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ആലപ്പുഴയുള്ള അൻസാരി സുഹരിയൊക്കെ ഞാൻ പൊളിച്ചടുക്കിയതാണ്. ശരിക്കും കൊടുത്തിട്ടുണ്ട്. ശരിക്ക് ഒരു ദിവസം എന്നെ ഇയാളെ ചേച്ചി കള്ളത്തരമൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്, കാരണം എന്റെ അനിയനാകാനുള്ള പ്രായമേ കക്ഷിക്കുള്ളല്ലോ, അതുകൊണ്ട് നല്ല രൂപത്തിൽ പൊള്ളിച്ചടുക്കിയിട്ടുണ്ട് ഓൺലൈൻ പ്രേമിയെ. പിന്നെ അതല്ല, ഞാൻ വേറെന്താ പറയാമെന്ന് മറന്നുപോയി. അൻസാരിനെ മറ്റേ ആരിഫ് പോലും പൊളിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് അയാള് ഇതില്. എന്തൊക്കെയാ വിളിച്ചു തരാന്ന് അറിയില്ല. അയാള് ജസ്റ്റ് ത്രെഡ് പോയ സാധനമാണ്. അത് എന്താണെന്നറിയോ സുപ്രു, ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ കാരണം ഇവര് ആശയപരമായി നമ്മളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നീട് ഇവർക്ക് എന്താണുള്ളത്? ആക്ഷേപങ്ങളാണ്. അതായത് വസ്തുതാപരമായിട്ട് നമ്മളോട് ഇവർക്ക് പിന്നെ പാപ്പരത്വമാണല്ലോ. ഖുർആനോ ഹദീസോ ഒന്നും എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനത്തെവള്, ഇങ്ങനത്തെവള്, മറ്റവന്, മറിച്ചവന്, ഇവരിത്ര കെട്ടി. അപ്പം നമ്മുടെ അലിയാർ കാസിമി ഒരിക്കല് എന്നെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരാള് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ജാമിദ ടീച്ചറും ഒക്കെ ഇങ്ങനെ ഇസ്ലാമിനെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവരോ ഏറ്റവും കൂടുതൽ അരാജകത്വ ജീവിതം നയിക്കുന്നവരാണ് യുക്തിവാദികൾ, അവരെ പോലെ വൃത്തികെട്ടവന്മാര് വേറെയുണ്ടോ? ഞാൻ വിടുവോ? ശവഭോഗം, മൃഗഭോഗം, ഗുദഭോഗം, ശിശുഭോഗം. ഇനി അലിയാർ കാസിമി എന്റെ പേര് കേട്ടാ ഞെട്ടു. ഇത് മറ്റേ നമ്മുടെ ഫസൽ ഭായി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ എന്തോ പെരിന്തൽമണ്ണയിൽ എവിടെ എന്തോ പരിപാടി പങ്കെടുക്കാൻ അങ്ങനെ പോയപ്പോ ആ പരിപാടിയിൽ നമ്മളെ ഫസൽ ഭായി ഉണ്ടായിരുന്നേ. അപ്പൊ ടീച്ചർ ഇങ്ങനെ നടന്നു വരുന്ന സമയത്തുണ്ട് ഒരു കോയുണ്ട്, ഒരു ടീച്ചറെ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കണം. ഏതോ ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പൊ ഈ ചങ്ങായി അവിടെ ഉണ്ട്. അപ്പൊ ഫസൽ ഭായി ഇവരെ നോക്കുന്നുണ്ടല്ലോ, ഇയാളെ മുഖഭാവം എന്താ വെച്ചാല് ഇവളോടൊന്നും ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു മുഖഭാവത്തിൽ ഉണ്ടാവില്ല ഒരു കോയ നിൽക്കുന്നത്. ഫസൽ ഭായി എന്നോട് പറഞ്ഞാണ് ഈ സംഭവം. പെരിന്തൽമണ്ണ ടീച്ചർ എന്തെങ്കിലും പരിപാടി പങ്കെടുക്കാൻ പോയിണ്ടായിരുന്നോ? ഞാൻ ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട് പെരിന്തൽമണ്ണയില്. ഇപ്പോ ഇവര് നമ്മള് അതായത് പിന്നെ രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും ചില വിഷയങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ചില ആളുകൾക്ക് വോട്ട് ബാങ്ക് താല്പര്യങ്ങളും സാമുദായികമായിട്ടുള്ള ഐക്യവും ഒക്കെ ഇവരുടെ ഉള്ളിലേക്ക് വരും. ഇപ്പൊ MM അക്ബറിന് അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണെന്ന് അവർക്കറിയാം. ഇവർക്ക് എല്ലാവർക്കും അറിയാം, നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ജുമാ കുത്തുബയിൽ ഒരു ഉസ്താദ് പറയാണ്, എല്ലാ കുടുംബങ്ങളിലും ഓരോ ജാമിദാമാര് വളർന്നു വരുന്നുണ്ട്, സൂക്ഷിച്ചോന്ന്. അപ്പൊ എത്രമാത്രം അവർക്ക് ജാഗ്രതയുണ്ട്, അതിലേറെ ഭയവുമുണ്ട്, അതിലേറെ ആശങ്കയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഇവർക്കൊന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്തത്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവർക്ക് ഓരോ സമുദായത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് വാഗ്ദാനം നൽകിയിട്ടാണ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത്. 5 നേരം നമസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് തന്നില്ലേ? വഹത്തസിമു ബിഹബിലില്ലാഹി ജമീ. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മേഖലയിൽ അള്ളാഹുവിന്റെ ആശയത്തിൽ മുറുകെ പിടിക്കണം. അവിടെ ഇസ്ലാമിക സംഘടനകള്, സാമുദായിക നേതൃത്വം, ഇതൊക്കെ അവർക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. ഇലക്ഷൻ ആകുമ്പോൾ ഇവർ പറയാറുണ്ടോ, ഹിന്ദുവിന്റെ വോട്ട് എനിക്ക് വേണ്ട, ക്രിസ്ത്യാനിയുടെ വോട്ട് വേണ്ട, മതമില്ലാത്തവന്റെ വോട്ട് എനിക്ക് വേണ്ട? ഈ നിലപാടുകൾ അവർ സ്വീകരിക്കാറുണ്ടോ? ഇല്ല. അതുപോലെ നമുക്ക് എന്താണ് കിട്ടുന്നത്, അതാണ് ചില ആളുകൾ നോക്കുന്നത്. ഇപ്പോൾ ഞാനിതാണ് പറയാൻ വന്നത്, മറന്നുപോയി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉസ്താദ്, അതായത് EP അബൂബക്കർ കാസിമി സമൂഹത്തിൽ വന്നിട്ട് ഒരു പ്രഭാഷണം നടത്തുവാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ്, പ്രസവം പ്രതീക്ഷിച്ചവൾ പ്രസവ പലകയിൽ നിൽക്കുമ്പോൾ പോലും ഉദ്ധരിച്ച ലിംഗവുമായി കാക്കാവും ഓടിയെടുത്താൽ പെണ്ണ് കൃഷിസ്ഥലമാണവൾ, ബെഡ്ഷീറ്റാണ് കിടക്കണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇയാൾ പറയുവാണ്. അപ്പൊ അത് കേട്ടിട്ട് പെട്ടെന്ന് കാനഡയിൽ നിന്നും ഒരു ജേർണലിസ്റ്റിന്റെ വികാരം അങ്ങോട്ട് പതഞ്ഞു പൊങ്ങി. അവര് പെട്ടെന്നൊന്നും ആലോചിച്ചില്ല, ചേടാ ഇവൻ സ്ത്രീത്വത്തെ അപമാനിക്കുവാണല്ലോ ഈ ചെയ്യുന്നത്. പൂർണ്ണ ഗർഭിണിയായിട്ട് 2 ജീവനുമായിട്ടൊരു സ്ത്രീ നിൽക്കുമ്പോൾ ഇവന്റെ വികാരം ശമിപ്പിക്കാൻ കിടന്നു കൊടുക്കണമെന്നോ? ഉടനെ എടുത്തു, എടാ തട്ടമിട്ട നാറി, ഉടനെ ഒരു വീഡിയോ ചെയ്തു. അപ്പോഴേ ഉടനെ വന്നു അലിയാർ കാസിമി മറുപടിയുമായിട്ട്. ഇവളെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇവളുടെ ശരീരം മുഴുവനും മറ്റേതാണെന്നാ? ദേവദാസി പച്ചയ്ക്ക് അവരെ വേശ്യ എന്ന് വിളിച്ചു. പിന്നീട് ഇന്നിതുവരെ
അവർ ഇസ്ലാമിനെ കുറിച്ചിട്ട് എതിരായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കാരണം അന്ന് തന്നെ അവർക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ് പൊഴിഞ്ഞു പോയത്. എന്തുകൊണ്ട്? തട്ടമിട്ട നാറി എന്ന് പറഞ്ഞു പോയി. പക്ഷെ ഞാൻ പറഞ്ഞത് തട്ടമിട്ട പരനാറി എന്നാ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവിടെയുണ്ട്, ആരും പൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഇവർക്ക് പൊഴിഞ്ഞു പോകുന്നു. അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്, വ്യൂവേഴ്സ് ഉള്ളത്, പിന്തുണയുള്ളത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണ്. അപ്പൊ അവരെ സുഖിപ്പിക്കുന്ന രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പെട്ടെന്നൊരാവർത്തി ഇവർക്കൊരു ഡൈവേർഷൻ വരും. ചേടാ, ഞാൻ ഇത്രയും ഫേമസ് ആയില്ലേ, എന്നെ കേൾക്കാൻ ആൾക്കാരില്ലേ, ഇനി എന്തിനാണ് എനിക്ക് ഇവരുടെ പിന്തുണ? എന്തിനാണ്? ഇവര് വലിയ തലവേദനയാണല്ലോ. ഇവര് പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കണം, ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങൾ വന്ന് നമ്മളോട് ചെലുത്താൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ ഇവരെന്ത് വിചാരിക്കും? പതിയെ ഇവരങ്ങോട്ട് മറുകണ്ഠം ചാടും. ഇവന്മാരില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് ഈ ഫിനോയ് രമേശിന് പറ്റിയത്. അയാൾക്ക് മനസ്സിലായി, ഞാൻ പറയണത് കേൾക്കാൻ 4 ആൾക്കാരുണ്ട്, അതിനെനിക്ക് ഇവരുടെ പിന്തുണയൊന്നും ആവശ്യമില്ല. ഇവർ ഇനിയും അടുത്താൽ മിക്കവാറും എനിക്ക് അറ്റം പോകും. അങ്ങനെയാണ് ഇവരെ കിണ്ടിയെടുത്ത് പുറത്തിട്ടത്. അതായത് സമുദായങ്ങൾക്ക് തങ്ങളുടെ ആചാരങ്ങൾ, ജീവിത രീതികൾ, ഇതിനൊക്കെ സംരക്ഷണമാണ് അവർക്ക് വേണ്ടത്. അതിനെ ആശയപരമായി എതിർക്കുന്നവരെ എതിർക്കാൻ ഇവർക്ക് പറ്റാത്തത് കൊണ്ട് അവരെ അറഞ്ചം പുറഞ്ചം പഞ്ഞിക്കിടണം, തെറി പറഞ്ഞ് അഭിഷേകം ചെയ്യണം. മുമ്പൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ, ക്ലബ് ഹൗസിലൊക്കെ വളരെ സജീവമായിരുന്നു. മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ മാതാവിനെയും ഒക്കെ പരവെടിയെന്നും അങ്ങനെയൊക്കെ വളരെ മോശമായ ഭാഷയിൽ എതിർത്തിരുന്ന ആളാ. ഇന്നവർ ഇസ്ലാമിന്റെ അപ്പോസ്തലയാണ്. കാരണം എന്താ? മതം വിട്ടവരെ അവർ വളഞ്ഞിട്ടാക്രമിക്കുന്നു, പിന്നാലെ പിന്തുടർന്ന് വധഭീഷണികൾ നടത്തി അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ വീടുകൾ കയറി ഇറങ്ങി ഭയങ്കരമായി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അവരെ പണം കൊടുത്തും പദവി കൊടുത്തും കാറ് കൊടുത്തും വീട് കൊടുത്തും ഒക്കെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം ആളുകൾ വരും. പക്ഷെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സാധാ സ്വഭാവമുണ്ടല്ലോ, ആ ജനറ്റിക്സ് അവർ പുറത്തെടുക്കും. ഇപ്പോൾ ഫിനോയ് രമേശിന് എടുത്തതുപോലെ. അപ്പൊ ഇസ്ലാമിക സംഘടനകൾക്കിടയിൽ തന്നെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ താല്പര്യം മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സ്വത്വബോധം ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ്. എല്ലാ മുസ്ലിങ്ങളും ഒരേ രാഷ്ട്രീയ അജണ്ട പിന്തുടരുന്നവരല്ല. പക്ഷേ സമുദായം എന്ന നിലയിൽ പ്രതികരിക്കുന്ന, എതിർക്കുന്ന, വിമർശിക്കുന്ന ആളുകളെ ഇവർക്ക് എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം. ആശയപരമായിട്ട് പറ്റാത്തത് കൊണ്ട് ഇതുപോലെ 4 തെറി വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ, അവരെക്കുറിച്ച് കുറച്ച് ഇല്ലാക്കഥകളൊക്കെ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവരെയൊക്കെ നമുക്ക് പിന്തുണയ്ക്കാം. കാരണം ഇവരുടെ ഒരു പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സമുദായം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ശക്തിയെ അമിതമായി പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാകുകയാണ്, എതിർപ്പുണ്ടാകുകയാണ്. ഇത് സമൂഹത്തിൽ ധ്രുവീകരണം വർദ്ധിപ്പിക്കാൻ, യഥാർത്ഥ വികസന പ്രശ്നങ്ങളെ അവഗണിച്ച് മതപരമായ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതിലെ ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഏതൊരു ജനാധിപത്യ സമൂഹത്തിലും ഒരു വോട്ട് ബാങ്കിന്റെ പിന്നാലെ പോകുന്നത് പാർട്ടികളുടെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കും. പക്ഷേ ഇത് രാജ്യത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കും, മറ്റുള്ള മതവിശ്വാസികളുടെ സുരക്ഷയെ സാരമായി ബാധിക്കും. ഇപ്പോൾ ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്യുന്നു, മറ്റെല്ലാ മുസ്ലിങ്ങളെയും ഇത് ബാധിക്കുവാണ്. ഇപ്പൊ KM ഷാജി പറഞ്ഞ മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞു. ഇതെല്ലാ മുസ്ലിങ്ങളെയും ബാധിച്ചില്ലേ? ശരിക്കും എല്ലാ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്, പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷേ അത് തുറന്ന് പറയാൻ ഇവർക്കൊരു വൈമുഖ്യമാണ്. കാരണം എന്താ? നമ്മുടെ സുപ്രു പറഞ്ഞതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്തു പറഞ്ഞാലും അതിന് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇവര് ഏത് ആക്ഷൻ എടുത്താലും നമ്മൾ അതിന് റിയാക്ഷൻ എടുക്കും. അതുകൊണ്ടാണ് ഇവർക്ക് പറയാൻ പറ്റാത്തത്. ഇവരെ എതിർത്ത് തോൽപ്പിക്കാനല്ല. അപ്പം പെണ്ണിന് ഷെയ്ക്കാൻഡ് കൊടുക്കരുത്, ഇവരാരും അതിനെ എതിർക്കില്ല. കാരണം ഇത് ഇസ്ലാമിന്റെ തത്വമാണ്. പക്ഷേ കുറച്ച് ഇത്തിൽ കണ്ണികളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ മറ്റേ അശ്വമേധം അവതരിപ്പിച്ച എന്താ അവന്റെ പേര്, പ്രദീപോ, അവൻ എന്തൊക്കെയോ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്തിട്ട് നഷ്ടത്തിൽ പെട്ടുപോയിരുന്ന സമയത്താണ് ഏതോ ഒരു മുസ്ലിം പോയിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഇസ്ലാമിനെ കുറിച്ച് 4 നല്ല വാക്ക് പറയാൻ പറഞ്ഞു. ഒരിടയ്ക്ക് പൊങ്ങി വന്നു പോയി. അതുപോലെയാണ് ഈ രാഹുൽ ഈശ്വറിന്റെയും അതുപോലെ ദേവദാസിയുടെയും ഫിനോയ് രമേശിന്റെയും ഇനിയും കുറെ ആളുകളുണ്ട്. ഇങ്ങനെ ഇസ്ലാമിനെ പൊക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ആ സ്വാർത്ഥ താല്പര്യം നേടിക്കഴിഞ്ഞാൽ അവർ മറുകണ്ഠം ചാടിപ്പോകും. അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും ശരി, MLA ആയി കഴിഞ്ഞപ്പോൾ പടച്ചോനെ വിട്ടിട്ട് ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്ത ആളുകളെ പോലെ തന്നെ.